സെയിം ഫാബ്രിക്കിൽ പല കളേഴ്സിൽ ചെയ്തിരിക്കുന്ന ദാവണി സെറ്റ്സ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഓഫ് വൈറ്റിൽ ഗോൾഡൻ വീവിംഗ് വരുന്ന ഡയബിൾ സെമി സിൽക്ക് ഫാബ്രിക്കാണ് സ്കേർട്ടിനും ടോപ്പിനും എടുത്തിട്ടുള്ളത്. ടോപ്പ് ഫുൾ ഡൈ ചെയ്ത കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സെയിം കളർ തന്നെ സ്കേർട്ടിൻ്റെ ലോവർ പോർഷനിൽ ഡൈ ആഡ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട ജോർജറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഓഫ് വൈറ്റ് ജോർജറ്റിൽ ഗോൾഡൻ വീവിംഗ് വരുന്ന ഫാബ്രിക്കാണ് ദുപ്പട്ടയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഫാബ്രിക്കും ടോപ്പിൻ്റെ കളറിലോട്ട് തന്നെയാണ് ഡൈ ചെയ്തെടുത്തിട്ടുള്ളത്. ദുപ്പട്ടയുടെ രണ്ട് എൻസിലായിട്ടാണ് സ്കാലോപ്പ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ബാക്കി രണ്ട് സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ഇതാണ് സെക്കൻഡ് കളർ വരുന്നത്. സ്കേർട്ടുകളെല്ലാം അംബ്രല്ല കട്ടിങ്ങിൽ നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് മെറ്റീരിയലിൽ ഫുൾ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടം നെക്ക് കൊടുത്ത് സ്ലീവ്ലെസ് ടോപ്പാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെയും ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ് ദുപ്പട്ട ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും ഫാബ്രിക് 250 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇതിൽ കളർ ആഡ് ചെയ്യുമ്പോൾ ഡൈയിങ് കോസ്റ്റും കൂടെ എക്സ്ട്രാ വരും. ദുപ്പട്ടയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക് ഡൈയിങ് ഇല്ലാതെ 295 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. സെയിം ഫാബ്രിക് വെച്ച് തന്നെ നെക്സ്റ്റ് പാറ്റേൺ ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറിലോട്ട് ഡൈ ചെയ്തിട്ടാണ്. ലോവർ പോർഷനിൽ ഗ്രീനും സെയിം ഗ്രീൻ തന്നെയാണ് ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് 3 കളേഴ്സിലും ടോപ്പ് ബോട്ടം നെക്ക് കൊടുത്ത് സ്ലീവ്ലെസ് ബാക്ക് ഓപ്പൺ ടോപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ പാറ്റേൺസ് നമുക്ക് ഇഷ്ടമുള്ള ഡയബിൾ ഫാബ്രിക്കിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഏത് കളറിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. 7 മീറ്റേഴ്സ് ഓഫ് സെമി സിൽക്ക് ഫാബ്രിക്കാണ് ഇതിൽ ഒരു സെറ്റിൻ്റെ സ്കേർട്ട് ആൻഡ് ടോപ്പിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് 2.70 മീറ്റേഴ്സ് ഓഫ് ജോർജറ്റ് ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പാറ്റേൺസ് ചെയ്തിരിക്കുന്നതിൽ നെക്സ്റ്റ് കളർ വരുന്നത് റെഡ് ആണ്. ആദ്യത്തെ സ്കേർട്ടുകൾ പോലെ തന്നെ ലോവർ പോർഷനിൽ റെഡ് ഡൈ ചെയ്തിട്ടുണ്ട്. അംബ്രല്ല കട്ടിങ്ങിൽ ഫ്ലെയർഡ് ആയിട്ടാണ് സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിൽ മാത്രം കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കും കുറച്ച് ഡീപ്പായിട്ട് കൊടുത്ത് ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് സ്ട്രിങ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ടോപ്പുകളും പ്രിൻസസ് കട്ടിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ദുപ്പട്ട സെയിം ജോർജറ്റിൽ വീവിംഗ് വരുന്ന ഫാബ്രിക് ഡൈ ചെയ്തെടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സ്കേർട്ട് പാറ്റേൺസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ പ്ലീറ്റഡ് സ്കേർട്ട്സോ പാനൽ കട്ട് സ്കേർട്ട്സോ ഒക്കെ ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാ ദുപ്പട്ടകളിലും സെയിം കളർ ത്രെഡ് ഇട്ടിട്ട് തന്നെയാണ് സ്കാലോപ്പ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ വീവിംഗ് വരുന്ന ഫാബ്രിക്കുകൾ ഡൈ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് കളർ മാത്രമാണ് ഡൈ ആവുന്നത് കേട്ടോ. ആ ഗോൾഡൻ ഷെയ്ഡ് ഗോൾഡൻ ആയിട്ട് തന്നെ ഇരിക്കും.